എനിക്കൊരു മഷിത്തണ്ട് വേണം, ചില നോവുകൾ മായ്ച്ചു കളയാൻ. ഒരു നോവ് പഴുത്തിക്കൊണ്ട് മാത്രം നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു വരുന്ന ചിലരുണ്ട്. ലൈല. ഇന്നും ആ പേര് കേൾക്കുമ്പോഴൊക്കെ നിറം മങ്ങിയ ഒരു തട്ടത്തിന് കീഴെ വിളറി നീണ്ട രണ്ട് കണ്ണുകളെ ഓർമ്മ വരും. എൻ്റെ ബാല്യകാല ഓർമ്മകളിൽ നിന്നും വേദനയോട് മാത്രം ഞാൻ ഓർക്കുന്ന ആ മുസ്ലിം പെൺകിടാവ്. എൻ്റെ പ്രൈമറി സ്കൂൾ പഠനകാലത്തെ സഹപാഠിയായിരുന്നു അവൾ. ആകർഷിക്കത്തക്ക സൗന്ദര്യമോ മിനുങ്ങുന്ന ഉടുപ്പുകളോ വർണ്ണ പെൻസിലുകളോ തുടങ്ങി ഓർത്തു വയ്ക്കാൻ മാത്രം യാതൊന്നും അവൾക്കില്ലായിരുന്നു എന്നതാണ് സത്യം. ദൈന്യത നിറഞ്ഞ മുഖവും മെലിഞ്ഞുണങ്ങിയ ദേഹവുമായി ഒരുവൾ. എന്നിട്ടും ഒരു നീറ്റലായി അവൾ ഇന്നും ഓർമ്മകൾ പടരുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ ഉച്ചനേരത്തെ ഇടവേളകൾ ഞങ്ങൾ സ്ഥിരമായി ഓടിക്കളിച്ചിരുന്ന സ്കൂൾ മുറ്റ ഓർമ്മകൾ തെളിയുന്നു. പടർന്ന് ആകാശം മുട്ടി നിൽക്കുന്ന വലിയ റെയിൻട്രീ മരച്ചോടും അതിൻ്റെ ചുവട്ടിൽ പച്ചയും വെള്ളയും യൂണിഫോം അണിഞ്ഞ ഞങ്ങളെപ്പോലെ കാറ്റിനത്ത് ഓടിക്കളിക്കുന്ന പല നിറമുള്ള പൊഴിഞ്ഞു വീണ ബോഗൺവില്ല പൂക്കളും. അങ്ങനെ ഒരു കളിക്കിടയിലാണ് ലൈല റെയിൻട്രീ മരത്തിൻ്റെ വേര് തട്ടി മൂക്കും കുത്തി വീഴുന്നത്. ആ വീഴ്ചയിൽ എല്ലാവരും കണ്ടു അടിവസ്ത്രമിടാത്ത ലൈലയുടെ നഗ്നത. പൊട്ടിച്ചിരികൾക്കിടയിൽ കൂടെ ചിരിച്ചവരിൽ ഞാനും ഉണ്ടായിരുന്നു. ലൈല വളരെ നേരം നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. വെളിപ്പെട്ട നഗ്നതയേക്കാൾ ഒരു പക്ഷേ ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചത് അവളുടെ ഇല്ലായ്മകളുടെ വെളിപ്പെടലുകളാവാമെന്ന സത്യം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥിരമായി അവളെ കളിയാക്കാനുള്ള കാരണമായി പലരും അത് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. ഒരിക്കലും അവൾ ചോറ് കൊണ്ടുവരാറില്ലായിരുന്നു. എന്നും ഉച്ചയ്ക്ക് വീട്ടിൽ പോയി വരും. അന്ന് അവൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നു എന്ന് ഞങ്ങളാരും തിരക്കിയിട്ടുമില്ല. ഓണക്കാലത്ത് യൂണിഫോം ഇടാതെ ഓണക്കോടി ധരിച്ചു വരാനുള്ള അനുവാദമുണ്ടായിട്ടും അവൾ യൂണിഫോം മാത്രമേ ധരിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. പെരുന്നാളിന് ഇടാൻ മാറ്റിവെച്ചതുകൊണ്ട് മാത്രം ഇടാൻ കഴിയാതെ പോയ പുത്തനുടുപ്പുകൾ അവളുടെ സ്വപ്നങ്ങളായിരുന്നു. അവളിട്ടിരുന്ന ഉടുപ്പുകളെല്ലാം അവളുടെ അയൽക്കാർ കൊടുക്കുന്ന പഴയ വസ്ത്രങ്ങളായിരുന്നു. പിന്നീട് ഒരിക്കൽ പുറമ്പോക്കിൽ താമസിക്കുന്ന അവളുടെ വീട്ടിൽ ഇതൾപ്പുളി പറിക്കാൻ പോയപ്പോൾ ആ ദൈന്യത നേരിട്ട് കണ്ടു. വീടെന്ന് പറയാൻ പറ്റാത്ത മറച്ചു കെട്ടിയ ഒരു കുടിലും അവളുടെ ഉമ്മയും താഴെയുള്ള 3 പേരും ജീവിക്കാനുള്ള പെടാപ്പാട് പെടുകയായിരുന്നു. ബാല്യത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് അറിയാതെ പോയ അവളുടെ കഷ്ടപ്പാടുകൾ ഇന്ന് കണ്ണിൽ നനവ് പടർത്തുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ വേറെ സ്കൂളിലേക്ക് പറിച്ചു നടപ്പെട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇതോടെ പഠിപ്പ് അവസാനിപ്പിച്ച അവൾ ഉമ്മയെപ്പോലെ വീട്ടുപണിക്കായി ഇറങ്ങിയിരിക്കാം. കുറേ കാലങ്ങൾക്ക് ശേഷം ആ വഴി പോകുമ്പോൾ കുറേയേറെ മാറ്റങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന മണ്ണുത്തി CMS സ്കൂളിനെ ഞാൻ കണ്ടു. പക്ഷേ ദേശീയപാതയോരത്തെ ആ കുടിൽ അത് അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. എൻ്റെ മണ്ണുത്തി വികസനത്തിൻ്റെ പാതയിലാണ്. ഇതുപോലെ നിൻ്റെ ജീവിതവും പച്ച പിടിച്ചിട്ടുണ്ടാവുമെന്ന പ്രത്യാശയോടെ പ്രിയപ്പെട്ട ലൈല, ഈ വരികൾ നിന്നെ ഓർത്തെടുക്കാൻ മാത്രം.